ആഴമായി ആഴമായി ഞാൻ നിന്നിൽ ചേർന്നല്ലോ, യാതൊന്നിനും മാറ്റുവാൻ കഴിയാതെ ആയല്ലോ. ദൈവ കുഞ്ഞാടേ സ്തുതിക്കു യോഗ്യനേ, മാറാത്ത സ്നേഹിതനേ, അങ്ങേ പാടുമ്പോൾ അങ്ങേ വാഴ്ത്തുമ്പോൾ ഞാനെന്തു ഭാഗ്യവാൻ. അങ്ങേ പാടുമ്പോൾ അങ്ങേ വാഴ്ത്തുമ്പോൾ ഞാനെന്തു ഭാഗ്യവാൻ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന വചനം ഉൽപ്പത്തി 19 അധ്യായം അതിൻ്റെ 3 വാക്യമാണ്. ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. അവൻ അവരെ ഏറ്റവും നിർബന്ധിച്ചു. അപ്പോൾ അവർ അവൻ്റെ അടുക്കൽ തിരിഞ്ഞ് അവൻ്റെ വീട്ടിൽ ചെന്നു. അവൻ അവർക്ക് വിരുന്നൊരുക്കി, പുളിപ്പില്ലാത്ത അപ്പം ചുട്ടു. അവർ ഭക്ഷണം കഴിച്ചു. 18 അധ്യായത്തിൽ അബ്രഹാമിൻ്റെ അടുക്കൽ ദൈവം വന്നു. അബ്രഹാം അവരെ നിർബന്ധിച്ചു, അവരോട് കൂടെ ഭക്ഷണം കഴിച്ചു. പക്ഷെ അവിടെ നിർബന്ധിച്ചു എന്നൊരു വാക്കാണ് കാണുന്നത്. എന്നാൽ 19 അധ്യായത്തിൻ്റെ 3 വാക്യത്തിൽ സെയിമാണ്. 18-3, 19-3. 19-3 പറയുന്ന വാക്ക് ഇങ്ങനെയാണ്: അവൻ അവരെ ഏറ്റവും നിർബന്ധിച്ചു. ഇത് ലോത്താണ്. ലോത്തിൻ്റെ വീട്ടിൽ വരുന്ന അല്ലെങ്കിൽ നാട്ടിൽ വരുന്ന ആ ദൈവദൂതന്മാരെ ലോത്ത് ഒത്തിരി നിർബന്ധിച്ചു. ദൂതന്മാർ പറഞ്ഞു, നിന്റെ കൂടെ പാർക്കാൻ താല്പര്യമില്ല, ഇവിടെ ഈ വഴിയിലോ അല്ലെങ്കിൽ ഈ തെരുവിലോ വിശ്രമിച്ചോളാം. പക്ഷെ ഏറ്റവും നിർബന്ധിച്ചു. ഓക്കെ, എന്നായിക്കോട്ടെ എന്ന് പറഞ്ഞ് വിട്ടില്ല, ഏറ്റവും നിർബന്ധിച്ചു. ചില സമയത്തൊക്കെ ആവശ്യബോധത്തോടെ ദൈവത്തോട് നിങ്ങൾ അടുക്കണം കേട്ടോ. ചിലപ്പോൾ നെഗറ്റീവായ വാക്കുകൾ കേട്ടിട്ടും അതനുസരിച്ച് ചൂട് വെക്കരുത് കേട്ടോ. അന്നാ ജാതിക സ്ത്രീ യേശുവിൻ്റെ അടുക്ക് വന്നിട്ട് യേശു പറഞ്ഞില്ലേ, ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് യഹൂദന്മാർക്ക് വേണ്ടിയാണ്. ആ വാക്കിട്ട് നിരാശപ്പെട്ട് മാറിയില്ല. തുടർമാനം ഇരുന്ന് യേശുവിൻ്റെ അത്ഭുതവുമായിട്ടാണ് ആ മകൾ മടങ്ങിയത്. അതുപോലെ തന്നെ ലോത്ത് ദൂതന്മാരെ നിർബന്ധിച്ചു, ഏറ്റവും നിർബന്ധിച്ചു. കർത്താവിൻ്റെ വിടുതൽ നിങ്ങൾക്ക് കിട്ടുവാൻ നിങ്ങളുടെ മേൽ ഒരധികമായ താല്പര്യം ഉണ്ടാകണം, അതിനൊരു വാഞ്ച ഉണ്ടായിരിക്കണം. എപ്പോഴും ദൈവം ഒരു വ്യക്തിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് തീവ്രമായ അവൻ്റെ ആവശ്യബോധത്തിലാണ്, തീവ്രമായ അവൻ്റെ ആഗ്രഹത്തിനകത്തും തീവ്രമായ അവൻ്റെ ആവശ്യബോധത്തിനകത്താണ്. ചുമ്മാ ഒരു വ്യക്തിയോട് ദൈവം ഇടപെടത്തില്ല. സ്തോത്രം. മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്ന ഒരു വിധവയെക്കുറിച്ച് ലൂക്കോസ് 18 പറയുന്നില്ലേ? ആമേൻ. കഥകിൽ തുടർമാനം മുട്ടുന്ന ഒരു സ്നേഹിതനെ കുറിച്ച് യേശു പറഞ്ഞിട്ടില്ലേ? യാചിപ്പീൻ, അന്വേഷിപ്പീൻ, മുട്ടുവീൻ. സ്തോത്രം. എവിടെയോ ആലിപ്പഴം വീണ് കിടക്കുന്ന പോലെ ദൈവകൃപ നമുക്ക് കിട്ടാൻ പറ്റത്തില്ല കേട്ടോ. ഒരാവശ്യബോധം നമുക്കുണ്ടാകണം, തീവ്രമായൊരാവശ്യബോധം. അവൻ വളരെ നിർബന്ധിച്ചു. കർത്താവിനോട് പറയുന്നു, വളരെ നിർബന്ധിക്കുക. കർത്താവിൻ്റെ സാന്നിധ്യം അധികം കിട്ടാൻ വളരെ ഒരു കൊതി ഉണ്ടാകട്ടെ. ലോകത്തിൻ്റെ ഒരു വലിയ ഗുണമായിട്ട് ഞാനിതിനെ കാണുന്നു. വളരെ നിർബന്ധിച്ചു. ഹല്ലേലൂയ. കർത്താവ് നീ വരുന്നില്ലെങ്കിൽ വേണ്ട, സാരമില്ല, അങ്ങനെയല്ല. വളരെ നിർബന്ധിച്ചു. We need you, Jesus. എനിക്ക് നിന്നെ കിട്ടിയേ പറ്റൂ, എനിക്ക് നിന്നെ ലഭിച്ചേ പറ്റൂ, എനിക്ക് നിന്റെ വചനം കണ്ടെത്തിയേ പറ്റൂ. ഹല്ലേലൂയ. സ്തോത്രം. ആവശ്യബോധത്തോടെ സത്യമായി തന്നെ അന്വേഷിക്കുന്നവർക്കും ആവശ്യബോധത്തോടെ തന്നെ അന്വേഷിക്കുന്നവർക്കും അവൻ വെളിപ്പെട്ടു വരും. ഹല്ലേലൂയ. ഇന്ന് ഈ വചനം നിങ്ങളോട് സംസാരിക്കുന്നു. അവൻ അവരെ ഏറ്റവും നിർബന്ധിച്ചു. സ്തോത്രം. അധികം നിർബന്ധിച്ചു.
കുഞ്ഞിനെ തൊട്ടേ പറ്റും, എൻ്റെ തലമുറയെ തൊട്ടേ പറ്റും. കർത്താവേ, ഞാൻ നിന്നെ വിടത്തില്ല. കർത്താവേ, എനിക്ക് നിന്നെ ആവശ്യമാണ്. ചില ശക്തിയേറിയ പ്രാർത്ഥനകൾ ഉണ്ടാകട്ടെ. യെസ്, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് രാവിലെ അങ്ങ് ഞങ്ങൾക്ക് കേൾപ്പിച്ച നല്ല വചനത്തിനായിട്ട് സ്തോത്രം ചെയ്യും. പരിശുദ്ധാത്മാവെ, അങ്ങയോട് ആഴത്തിൽ സംസാരിപ്പാൻ കർത്താവെ അങ്ങയെ വിട്ടുകൊടുക്കാതെ അങ്ങയെ തന്നെ മുറുകെ പിടിപ്പാൻ പരിശുദ്ധാത്മാവെ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. ഈ വചനം കേൾക്കുന്ന ഈ വ്യക്തിനെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നവർക്ക് അവരുടെ ജീവിതത്തിൽ കർത്താവിനോട് നിർബന്ധമായി തുടരുവാൻ, ആവശ്യത്തോടുകൂടി തുടരുവാൻ പരിശുദ്ധാത്മാവ് ഇവരെ സഹായിക്കണമേ. അങ്ങയോട് പറ്റിയിരിക്കാൻ പരിശുദ്ധാത്മാവ് ഇവരെ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. കർത്താവേ, ഞങ്ങൾക്ക് അങ്ങ് വേണം. ആ ലോത്തിൻ്റെ ഹൃദയം പോലത്തെ ഒരാവശ്യബോധം ഏറ്റവും നിർബന്ധിക്കുകയാണ്. പല കാര്യങ്ങൾ പറയുമ്പോഴും ഏറ്റവും നിർബന്ധിക്കുന്ന കർത്താവേ, ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഏറ്റവും നിർബന്ധിക്കുന്നു. ഞങ്ങൾക്ക് അങ്ങേ വേണം. ഞങ്ങളുടെ കുടുംബത്തിന് അങ്ങേ വേണം. ഞങ്ങളുടെ തലമുറയ്ക്ക് അങ്ങേ വേണം. ദേശത്തെല്ലാവരും നശിക്കുന്നതിൻ്റെ കൂടെ നശിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. കർത്താവേ, ഞങ്ങൾക്ക് അങ്ങേ വേണം. കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം, അങ്ങയുടെ അഭിഷേകം, അങ്ങയുടെ കൃപകൾ ഞങ്ങൾക്കധികം വേണം. ഞങ്ങൾ അങ്ങോട്ട് ഏറ്റവും നിർബന്ധിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. ഈ പ്രഭാതത്തിൽ ഈ വചനം കേൾക്കുന്നവരെ ആഴമായി അനുഗ്രഹിക്കണമേ. അവരെ നീ തൊടണമേ. അവരുടെ മേലൊരു ഉണർവയ്ക്കണമേ. അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഉയർത്തി പ്രാർത്ഥിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഇന്നത്തെ ദിവസം ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട് കേട്ടോ. കർത്താവിനെ അധികം നിർബന്ധിക്കാം. ഗോഡ് ബ്ലെസ് യു. ശലോം. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി വരുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥനയിലും എല്ലാ സഹകരണത്തിലും ഞങ്ങളോട് ഈ മീഡിയ മിനിസ്ട്രിയുടെ കൂടെ നിന്നു. ഞങ്ങൾക്ക് ഈ മീഡിയ മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകാൻ ചില എക്യുപ്മെൻറ്റ്സുകൾ ആവശ്യമായി വന്നിരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ആവശ്യപ്പെടുന്നു. എല്ലാ ദിവസവും രാവിലെ ഇന്ത്യൻ ടൈം 6 മണിക്ക് വോയിസ് ഓഫ് ലവ് എന്ന ഷോർട്ട് ഡിവോഷൻ ലഭ്യമാണ്. അതുപോലെ ചൊവ്വ, വ്യാഴം, ഞായർ ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ ടൈം 9:30 ലൈവ് മെസ്സേജ് ലഭ്യമാണ്. ഈ സന്ദേശങ്ങൾ ലഭ്യമാകുവാൻ പാസ്റ്റർ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും ഗാനങ്ങൾ ലഭ്യമാകുവാൻ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക.